UNA സമരത്തിന്റെ പേരിൽ അതിരൂപതയ്ക്കെതിരെ അവഹേളനം നടത്തുന്നുവെന്നാരോപിച്ച് പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. സഭയ്ക്കും സഭാ അധ്യക്ഷനുമെതിരെയുള്ള നീക്കം എന്തു വില കൊടുത്തും തടയുമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു ടൗൺ ഹാളിൽ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചത്. കാഞ്ഞിരപ്പള്ളി രൂപതാമെത്രാൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഈ മഹത്തായ രണ്ട് ഉജ്ജ്വല താരങ്ങൾ ഈ സാംസ്കാരിക നായകരുടെ ഹൃദയത്തിൽ നിലനിൽക്കുമ്പോൾ ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ പോലും അഭിമാനമായ രണ്ട് മെഡിക്കൽ കോളേജുകൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വേദനകളുടെയും രോഗങ്ങളുടെയും നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് കൈത്താറായി മാറുന്ന, അവർക്ക് എപ്പോഴും സമൃദ്ധിമാകുന്ന ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള ചികിത്സ നൽകാൻ സന്നദ്ധമായിരിക്കുന്ന ഈ പ്രകാശഗോപുരങ്ങളെ നശിപ്പിക്കാനായിട്ട് ആരിറങ്ങിയാൽ. മാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സമിതി പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. അതിരൂപതയിലെ വിവിധ ഇടവകളിൽ നിന്ന് നൂറുകണക്കിന് വിശ്വാസികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ജൂലൈ 5-ന് അതിരൂപതയിലെ എല്ലാ ഇടവകളിലും പ്രതിഷേധ ദിനം ആചരിച്ചിരുന്നു. നഴ്സുമാർക്ക് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ മാത്രം തുടരുന്ന UNA സമരത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നഴ്സുമാരുടെ ക്ഷേമമല്ല, മറിച്ച് തൃശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് അതിരൂപത നേതൃത്വം ആരോപിച്ചു. ദിലീപ്സ് ആർക്കേസ് സ്റ്റഡി അബ്രോഡ്. PhD നിങ്ങൾക്ക് ഇനി വിദേശത്തും ചെയ്യാം. യൂറോപ്പ് ഈസ് ദ ഹോപ്പ്. ദിലീപ്സ് ആർക്കേസ് ഈസ് ദ പാത്ത്. ദിലീപ്സ് ആർക്കേസ് സ്റ്റഡി അബ്രോഡ്.